രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനം അവതാളത്തിലായി. കൊച്ചിയിൽ ഇതുവരെ 2500 ഹോട്ടലുകൾ അടച്ചുപൂട്ടി. പ്രതിസന്ധി മറികടക്കാൻ ഇടപെടേണ്ടത് കേന്ദ്രമാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഉടലെടുത്ത പാചകവാതക പ്രതിസന്ധി അനുദിനം കടുക്കുകയാണ്. പലയിടത്തും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാനില്ല. IOC, BPCL കമ്പനികൾ സിലിണ്ടറുകൾ റീഫിൽ ചെയ്ത് നൽകാത്തത് കാരണം പലയിടങ്ങളിലും ഹോട്ടലുകളും ടീ സ്റ്റാളുകളും പൂട്ടി. എറണാകുളം ജില്ലയിലെ 3864 ഹോട്ടലുകളിൽ 2500 ഹോട്ടലുകളും അടച്ചു. നിലവിൽ സംസ്ഥാനത്തെ 25% ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നുവെന്നാണ് കണക്ക്. ഇതോടെ പാചക തൊഴിലാളികളും പ്രതിസന്ധിയിലായി. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. രാവിലെ അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പരിമിതമായ സാധനങ്ങളെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. 2 ദിവസമായിട്ട് ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമുക്കില്ല. സംസ്ഥാനത്തെ പ്രതിസന്ധി മറികടക്കാൻ ഇടപെടേണ്ടത് കേന്ദ്രമാണെന്നും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറക്കണമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിച്ചാണ്, എണ്ണ കമ്പനികളെ ആശ്രയിച്ചാണ് നമുക്ക് ഇതിന് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ശ്രീ സുരേഷ് ഗോപിയാണ് പെട്രോളിയം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. അവരിത് നേരിട്ട് കണ്ണു തുറന്ന് കാണണമെന്ന്, ഈ വസ്തുത കാണണമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഗാർഹിക പാചക വിതരണത്തിൽ ആശങ്ക വേണ്ടെന്നും ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സ്റ്റോക്ക് ഉണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടെന്ന ബെന്നി ബെഹനാൻ MP ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ ഒരു പിടിപ്പുകേട്, ഒരു കാര്യക്ഷമതയില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത്, വിദേശങ്ങളിൽ യാത്ര ചെയ്ത് നടക്കുന്ന മോഡി ഈ രാജ്യത്തിനുണ്ടാക്കിയിരിക്കുന്ന അപകടം വളരെ വലുതാണെന്ന് അഭിപ്രായമാണ്. LPG പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഇടത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അയവില്ലാതെ യുദ്ധം തുടർന്നാൽ വരും ദിവസങ്ങളിൽ LPG പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ന്യൂസ് മലയാളം, കൊച്ചി.